നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാം. നാടൻ ഒഴിച്ചുകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ കളർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചോറുണ്ണാൻ തോന്നും. അതുപോലൊരു കളറാണ്, അതുപോലെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മുടെ ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കയും മുളകരച്ച് വെച്ച കറി നമ്മൾ 2 രീതിയിൽ വയ്ക്കാറുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി, അതുപോലെ തന്നെ ടേസ്റ്റ് കൂടുതലുള്ള രീതി. അപ്പോൾ പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. അപ്പോൾ ഈ രീതിയിൽ എറണാകുളംകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഉറപ്പായിട്ട് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ചെമ്മീനും മാങ്ങയും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വായിൽ വെള്ളം വരും. പിന്നെ അതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് കൂടുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓരോരുത്തരും ഇവിടെ നിന്ന് ഓരോരോ സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് അറിയാം, അതുകൊണ്ട് എടുത്ത് പറയേണ്ടതില്ല. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കും മുളകരച്ച് വെക്കുന്നത്, ഇത് മുളകരച്ച് വെക്കാൻ തന്നെയാണ് കേട്ടോ അറിയാം. എന്ന് വെച്ചാൽ തേങ്ങ അരച്ച് വെക്കുന്നത് വേറെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക മാങ്ങ ചെമ്മീൻ കറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ 3 മുരിങ്ങയ്ക്ക, അത് മുറിച്ചതായതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത്. 3 മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. 3 മുരിങ്ങയ്ക്കയിലേക്ക് കുറച്ച് ചെമ്മീൻ, ഒരു 100-150 ഗ്രാം ചെമ്മീൻ എടുക്കുക. അതുപോലെ തന്നെ മാങ്ങയുടെ പുളി അനുസരിച്ച് നമുക്ക് മാങ്ങ ചേർക്കാം. ഇതിപ്പോൾ മാങ്ങയും ചെമ്മീനും മാത്രം ചേർത്തിട്ടുണ്ടാക്കാം. അതുപോലെ വെജിറ്റേറിയൻസിനാണെങ്കിലും മുരിങ്ങയ്ക്കയും മാങ്ങയും ചേർത്തിട്ടുണ്ടാക്കാം, ചെമ്മീൻ ഒഴിവാക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയ്ക്ക മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ മാങ്ങ തൊലി ചെത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ കറിയിലേക്ക് ആഡ് ചെയ്യുക, തൊലിയോടുകൂടിയല്ല. അപ്പോൾ ആദ്യം മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് മുറിച്ച് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക മുറിച്ചെടുത്തിട്ടുണ്ട്, മാങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ മുരിങ്ങയ്ക്ക ഇതുപോലെ തന്നെ ഒന്ന് 2 പീസാക്കി എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുക്കാവാൻ സമയം എടുക്കാതെ വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറുതൊക്കെ ഇത്രയും മണ്ണുള്ളതൊക്കെ മുറിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടേ ഉള്ളൂ. മാങ്ങ നമ്മളിങ്ങനെ ചരിച്ച് കട്ട് ചെയ്യില്ലേ, അതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാം. മുരിങ്ങയ്ക്ക ഒന്ന് കുക്കായി തുടങ്ങുമ്പോഴേ മാങ്ങ ചേർക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരുമിച്ച് തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക കുക്കാവാൻ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ചട്ടിയിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് മുരിങ്ങയ്ക്ക ഇടുക. അതുപോലെ തന്നെ നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം, പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കാം. ചെമ്മീനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുരിങ്ങയ്ക്ക് ഒന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങയും ചെമ്മീനൊക്കെ ചേർക്കുള്ളൂ കേട്ടോ. ആദ്യമേ തന്നെ ചേർക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ കുക്കാവാൻ ടൈം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ മുരിങ്ങയ്ക്ക് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അരപ്പിലേക്ക് വേണ്ട കാര്യങ്ങൾ ചേർക്കാം. ആദ്യം നമ്മൾ തേങ്ങ ചിരവിയതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മുളക് അരച്ച് വയ്ക്കുന്ന കറിയാണ് കേട്ടോ. മുരിങ്ങയ്ക്കയും മാങ്ങയും ചെമ്മീനും മുളക് അരച്ച് വയ്ക്കുന്ന കറിയാണ്. തേങ്ങ അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ജീരകവും ഉള്ളിയും ഒക്കെ ചേർക്കണം. ഇതാകുമ്പോൾ നമ്മളിപ്പോൾ മുരിങ്ങയ്ക്കയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിലും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല, കറിക്ക് കളറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ മീൻ കറിക്ക് അരയ്ക്കുന്ന പോലെ തന്നെ അരയ്ക്കുക. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഒന്ന് തിളച്ച് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും അതുപോലെ തന്നെ ചെമ്മീനും ചേർക്കാം. ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നന്നായി കുക്കായി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അരപ്പ് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 6-7 മിനിറ്റൊക്കെ എടുക്കും നന്നായിട്ട് കുക്കായി വരാനായിട്ട്. അപ്പോൾ നന്നായി കുക്കായി വരട്ടെ, അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഒന്നും ആഡ് ചെയ്യാനില്ല, ഇൻഗ്രീഡിയൻസ് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയ്ക്കയും മാങ്ങയും എല്ലാം കുക്കായി, നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്.
അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ അരപ്പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി കുറവാണല്ലോ. മീൻ കറിയിലാവുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി കൂടുതലാണ് ചേർക്കുക. പിന്നെ ഈ അരപ്പ് ഒന്ന് തിളച്ചാലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇതെന്താണ് തിളച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ തേങ്ങ അരച്ച കറികൾ, നമ്മുടെ ഒഴിച്ചു കറികളൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് തിളയ്ക്കാൻ പാടില്ല, കറി തിളച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ്. മിക്സ് ചെയ്ത ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതൊന്ന് കുറുകി വരും ചൂടാവുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ചേർത്തത്. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊരു മീൻ കറിയുടെ ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ മീനില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ചെമ്മീൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് മീൻ കറിയുടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുക. വെജിറ്റേറിയൻസിനെന്നല്ല, നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും ഇപ്പോൾ നമ്മൾ നോയമ്പൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ മീൻ കറിയുടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ മാങ്ങ അങ്ങനെ അങ്ങ് ഉടഞ്ഞു പോകുന്ന മാങ്ങയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ വീട്ടിലുള്ള മാങ്ങയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന മാങ്ങ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ആ മാങ്ങ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഉടഞ്ഞു പോകുന്ന മാങ്ങയല്ല. ഇനിയിപ്പോൾ കറി ഒന്ന് തിളക്കട്ടെ. പക്ഷെ നമ്മളിത് മീൻ കറി ചെയ്യുന്ന പോലെയല്ല, ഇതിലേക്ക് നമ്മൾ വറവ് ചേർക്കണം. പിന്നെ മീൻ കറിയുടെ അത്രയും തിക്കായിട്ടുള്ള ഗ്രേവി അല്ല, അതുപോലെ എണ്ണ തെളിഞ്ഞൊന്നും നിൽക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഉലുവപ്പൊടിയോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ വറവിടുമ്പോൾ ചേർക്കുന്ന ആ എണ്ണ മാത്രമേ ഉള്ളൂ, അല്ലാതെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ എറണാകുളത്തുള്ള ആളുകൾക്കൊക്കെ, എറണാകുളം കൊച്ചി ഭാഗത്തേക്കുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. ചെമ്മീനും മാങ്ങയും അല്ലെങ്കിൽ ചെമ്മീനും മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെയാണ് കൂടുതൽ ചെമ്മീൻ കിട്ടുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്മീൻ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ, അപ്പോൾ അതിൽ സിന്ധുവിൻ്റെ വീട് കൊല്ലത്താണ്, നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ സിന്ധു എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, മീനച്ചാറിൻ്റെ വീഡിയോ ഇടുമോ, എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രോളിങ് നിരോധന സമയത്ത് പോലും നമുക്ക് ചെമ്മീൻ കിട്ടും. മിക്കവാറും ദിവസങ്ങളിൽ ചെമ്മീൻ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുവിധമുള്ള എറണാകുളംകാരുടെ കറികളിലൊക്കെ ഒരുവിധം ചെമ്മീൻ എല്ലാത്തിലും ചേർക്കാറുണ്ട്, നോൺ വെജിറ്റേറിയൻസിൻ്റെ. പക്ഷെ അത് കഴിച്ച ശീലമുള്ളവർക്കറിയാം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, എന്നെ പോലെയുള്ള ആളുകൾക്ക്. എനിക്ക് ചെമ്മീൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്മീൻ ചേർക്കാൻ പറ്റുന്ന കറികളിലെല്ലാം ചെമ്മീൻ ചേർത്തിട്ട് തന്നെയാണ് കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വറവിടാനായിട്ട്. പിന്നെ വറ്റൽമുളകും കടുകും ഒരു പിഞ്ച് ഉലുവയും കൂടി ചേർക്കുക ഈ കറി വറവിടുമ്പോൾ. അപ്പോൾ ആ ചെമ്മീൻ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അതിപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക ചേർത്തില്ല എന്നുണ്ടെങ്കിലും ചെമ്മീൻ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉലുവ ചേർത്തിട്ട് നമ്മൾ വറവിടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കറിക്ക്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് മുരിങ്ങയ്ക്ക ഒഴിവാക്കിയിട്ട് ചെമ്മീനും മാങ്ങയും മാത്രം ചേർത്തിട്ടായിരുന്നു. പക്ഷേ മുരിങ്ങയ്ക്ക ഉണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് മുരിങ്ങയ്ക്കയും കൂടി ചേർക്കാം. മുരിങ്ങയ്ക്ക ചേർത്തിട്ടുള്ള കറികളാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് അല്ലേ. പിന്നെ ഞങ്ങളുടെ ഇവിടെ ചെയ്യാറുള്ളൊരു കറിയുണ്ട്. കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഴുക്കുരട്ടി എന്ന് പറയാം, ഉലർത്തിയതെന്ന് പറയാം. മുരിങ്ങയ്ക്കയും ചെമ്മീനും മാത്രം ചേർത്തിട്ട് ഉള്ളിയും മുളകൊക്കെ ചതച്ച് ചേർത്ത് എന്താ ടേസ്റ്റ് എന്നറിയോ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് കൊതി വരും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കറിയാണത്. നമ്മുടെ കരിക്കും ചെമ്മീനും ചെയ്യില്ല, അതുപോലെയൊക്കെ തന്നെയാണ്. കരിക്കിന് പകരം മുരിങ്ങയ്ക്കാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മീൻ കറിയുടെ ആ ഒരു റെഡ് ഷെയ്ഡിലേക്ക് പോവില്ല കേട്ടോ, കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. പക്ഷേ എങ്കിലും മീൻ കറി പോലെ തോന്നുള്ളൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടോ നമ്മുടെ കറി തിളച്ച് തുടങ്ങി. ഇനിയിപ്പോൾ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും തിളച്ചോളും. ഇനിയിപ്പോൾ ഞാൻ ഈ ബർണറിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് വറവ് ചേർക്കാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരണം, അതിന് ശേഷമാണ് നമ്മൾ ഉലുവ ചേർക്കുക. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഞാൻ ഇത് കണ്ടോ ഒരു 4-5 ഉലുവ എടുത്തിട്ടുള്ളൂ. ഇത് കടുകിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഈ ഉള്ളിയുടെ കളറൊന്ന് മാറി വരണമെങ്കിൽ
അപ്പോൾ ഇതിൽ ഉലുവ പൊടി ചേർക്കില്ല കേട്ടോ. നമ്മൾ മീൻ കറിയിൽ ചേർക്കുന്ന പോലെ ഉലുവ പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആ ഒരു കയ്പ്പ് വരും. മീൻ കറിക്ക് കറക്റ്റ് ആവുള്ളൂ ഉലുവ പൊടി. ഇതിൽ ഉലുവ തന്നെ ഇടുക. ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ കളറൊന്ന് മാറിപ്പോവും. ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഈ വറ്റൽമുളകും എല്ലാം ചേർത്ത് ഈ വറവ് റെഡിയാക്കിയത് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചെപ്പോഴും പറയുന്ന പോലെ തന്നെ ബാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ടാണ് നമ്മൾ ബാക്കി എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു കറി. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ചോറ് കഴിക്കാൻ തോന്നുന്നില്ലേ? സത്യം പറഞ്ഞിട്ട് എല്ലാവരും കണ്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആഹാ, എന്താ ഭംഗിയില്ലേ കറി കാണാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറി പ്രസൻറ്റ് ചെയ്താലോ? പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിലിനി പ്രസൻറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ഈ കറി ഒന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ ഒഴിക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു മുരിങ്ങയ്ക്കയും ചെമ്മീനും അല്ലെങ്കിൽ മാങ്ങയും ചെമ്മീനും ചേർത്തിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ചോറ് കഴിക്കും. ചോറുണ്ണുന്നത് നമ്മളിങ്ങനെ നിർത്തില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ഐക്കണുണ്ട്. ആ സബ്സ്ക്രൈബ് എന്ന ഐക്കണിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.